ആ ഞാൻ നിന്നെ നോക്കി കിടക്കായിരുന്നു, നിന്നെ ഒന്നും ബാക്കിലുണ്ടായിരുന്നല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്. ഇതും തീംസോ അല്ലേ? അതാണ്, ഇതും തീം സോങ്. വെറുതെ കണസാമണസ പരിപാടിയല്ല. വെറുതെ മഞ്ഞക്കുപ്പായിട്ട് വന്നിട്ട് നാട്ടുകാർ കളിയാക്കാനായിട്ട്. അല്ല, നീ ഡാൻസ് ശ്രദ്ധിച്ചു? ശ്രദ്ധിച്ച് കറങ്ങിയിട്ടുള്ള സ്റ്റെപ്സ് ഇതിങ്ങനെ അല്ല നല്ല അവര് നല്ല വൃത്തിയായിട്ട് ചെയ്തത്. അതാണ് പ്രാക്ടീസ് ഉണ്ടാവും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതും ഉണ്ടാവും. അത് പക്ഷെ പുറത്ത് പറയണ്ട. അല്ല, ഈ പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഉറപ്പായിട്ടും പ്രാക്ടീസ് മേക്സ് സം. മറ്റേ ആ സാധനല്ലേ, എന്താണ് എന്തു പറയില്ല എന്നെ, അതാണ്. ഏതൊരു നല്ല കാര്യവും നമ്മൾ സ്ഥിരമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ വരുന്ന ഔട്ട്പുട്ട് അത് വേറെ തന്നെ ആയിരിക്കും. നീ ഇതൊക്കെ എപ്പോഴാ പറയാൻ പഠിച്ചത്? അതല്ല ഞാൻ പറയുന്നത്. പ്രാക്ടീസ് ഈ ജൂബിലി ആനിവേഴ്സറി പരിപാടികളുടെ ഭാഗമായിട്ട് എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി 44th ഒരു സംഭവം. വൻ പറയാണ്ടിരിക്കാൻ പറ്റൂല. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എമ്മാതിരി ഡെഡിക്കേഷൻ ആയിരുന്നു അല്ലേ, നടത്തി പിടിക്കത്. അല്ല, ഒരു വർഷം കൊണ്ട് സ്ഥിരമായി ആൾക്കാർ ഒരു റുട്ടീനിൽ എത്തിയതും അതെ ഒരു വ്യായാമ രീതി അവരുടെ ജീവിത ശൈലിയിലേക്ക് അത് മാത്രമല്ല, ഡയറ്റ് പ്രോപ്പർ ഡയറ്റാണ്. പ്രോപ്പർ ഡയറ്റ്. അതെ, പ്രോട്ടീൻ. അല്ല, നീ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല നീ ഇന്നത്തെ പ്രോട്ടീൻ കഴിച്ചു? ഞാൻ മറ്റേ നിന്റെ ബോഡി വെയിറ്റ് ഇന്ന് എത്രയാണ്? 70. എത്ര ഗ്രാം പ്രോട്ടീൻ നീ കഴിച്ചു? മുട്ട രണ്ടെണ്ണം എത്ര ഗ്രാം പ്രോട്ടീൻ? 10 ഗ്രാം. ലെഗ്സ് ചെയ്തോ? ചിക്കൻ ലെഗ്സ് കഴിച്ചു. ചിക്കൻ ലെഗ്സ് അല്ല, ലെഗ് ഡേ. അത് എനിക്കറിയാം. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ സ്ഥിരമായി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഫിറ്റ് ആയിരിക്കുന്നത്. എല്ലാരും ചെയ്യുന്നതാണ്. 44th ഓരോ മണൽത്തരിയും ചെയ്തു. എന്ന് വെച്ചാൽ അനീഷ് മോഹൻ വരെ എക്സസൈസ് ചെയ്തു. മോഹന പോടാ അവിടെ, മോൻ എക്സസൈസ് ചെയ്തു. എന്താ എന്റെ പ്രശ്നം എന്താ? ഇക്കടെ സമീർ സർ കി ജയ്. വേണം. എന്താ ഇവിടെ നടക്കണ എന്തുട്ടാ? ഹലോ. അല്ല, നമ്മൾ പ്രാക്ടീസിനെ കുറിച്ച് പറയായിരുന്നു. എന്താ സംഭവം? അല്ല, ഇതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സമീർ സാറിനോടാണ്. ഓക്കെ. അല്ല, ഇതെന്തായിരുന്നു? എത്ര പ്രോട്ടീൻ, എത്ര കാലറി, എവിടെ ലെഗ് ചെയ്യണം, നിന്നോടാ ചെസ്റ്റ് ചെയ്യണം, അതെ എവിടെ ഹെഡ് ചെയ്യണം, എല്ലാം അത് സമീർ എന്നെ പറ്റുള്ളത്, വേറെ ആർക്കും അത് പറ്റില്ല. അല്ല, അത് വിട്. ഏഷണി പരദൂഷണൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരു വീഡിയോ കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നമ്മുടെ ബാച്ചിലെ ആരെങ്കിലും ആയിട്ട് ഒരു സാമ്യം തോന്നുന്നുണ്ടോ? ഈ ആയോധന കല കണ്ടിട്ട് വന്നത് കൊണ്ട് ഓട്ടക്കാരൻ അല്ല, ഓട്ടല്ല, അതൊരു വേറെ കുങ്ഫു അല്ലേ? കുങ്ഫു അല്ല. പിന്നെ ഫെബിനാണോ? കരാട്ടെ. ഫെബിൻ ക്ലോസ് ആയിരുന്നു. ഫെബിൻ അല്ല. കരാട്ടയും അല്ല. പിന്നെ ഗാട്ട ഗുസ്തിയ. എടാ, ഇത് കരാട്ടെ. തൈക്കണ്ടോ അല്ല, തൈക്കാണ്ടോ. നമ്മുടെ ബാച്ചില് തൈക്കാണ്ടോ അഭ്യസിച്ച ഒരാളുണ്ട്. ആ പുള്ളി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തൈക്കാൻ അല്ലേ? അപ്പൊ തൈക്കാൻ ആൻഡ് ഫാമിലി അവതരിപ്പിക്കുന്ന ഒരു പെർഫോമൻസ്, അതാണ് നമ്മൾ അടുത്തതായി ഇവിടെ പ്രസന്റ്. നീ എല്ലാത്തിലും വന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്റ്റേജ് വിട്. ശർമ്മനെ പറഞ്ഞോളൂ, നീ പൊക്കോ. അവർക്ക് അറിയാതെ പറയാം. പോ.